ഈ പറയുന്ന പോലെ ഗാന്ധിജിയും നെഹ്റുവിനെയും ബിൽഡപ്പ് ചെയ്ത് ഗ്ലോബലായിട്ട് കൊണ്ടുവന്ന് ഇന്ത്യയിൽ മുഴുവൻ കൊണ്ടുവന്ന സമയത്ത് സർദാർ പട്ടേലിന് ആ സ്ഥാനം കിട്ടിയില്ല. അതിൻ്റെ പേരിൽ പുള്ളിയെ പൊക്കി എടുത്തുകൊണ്ട് മോദിയും BJP RSS നടന്നു. എന്നിട്ട് എല്ലാം കിട്ടിയോ? RSS അതിന് അനുകൂലമല്ല. കാരണം അയാൾ RSSനെതിരായിരുന്നു ബേസിക്. അതിൻ്റെ ചരിത്രം അതാണ്. ഇതാണ് മുമ്പിലുള്ളത് ചരിത്രം. അപ്പം അതിനകത്ത് ചരിത്രം ശരിക്കും വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഡിജിറ്റൽ ജനറേഷനിലുള്ളവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത് വളരെ വിരളമായിട്ടായിരുന്നു. അവർ പ്രൊആക്റ്റീവ് ആയിരുന്നില്ല. അവർ ഒരു മാസമായിട്ട് ഇതിനെ അനുകൂലിച്ചിട്ടില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ. അത് ചരിത്രമാണ്. അത് കഴുകിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും. കാരണം അവർ ബ്രിട്ടീഷേഴ്സുമായിട്ട് കൂടെ ചേർന്ന് പോകുന്ന കൂട്ടരായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെയാണ് സവർക്കറുടെ ഈ പറയുന്ന മാപ്പ് വരുന്നത്. ഇനി ആ തെറ്റ് ചെയ്യത്തില്ല. അല്ലാതെ പെട്ടെന്ന് അവരുടെ സംഘടന എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇനി കാര്യമായിട്ട് പങ്കെടുക്കില്ല എന്നതിൻ്റെ പേരിൽ തന്നെയാണ്. നിങ്ങൾ ഈ മഹാത്മജിയെ കൊണ്ട് ഗോഡ്സെയുമായിട്ടുള്ള കണക്ഷനോ RSS കണക്ഷൻ്റെ പേരിലൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഹിന്ദു മഹാസഭയും അവരുടെ അന്നുണ്ടായിരുന്ന പല പൊളിറ്റിക്കൽ പാർട്ടി അന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് BJP ആയി അതിനെ അക്സെപ്റ്റ് ചെയ്യായിരുന്നത്.